അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദ സെൽഫിഷ് ജെയിൻറ്റ്, സ്വാർത്ഥനായ ഭീമൻ. എവറി ആഫ്റ്റർനൂൺ, എല്ലാ വൈകുന്നേരവും, ആസ് ദേ വെയർ കമ്മിങ് ഫ്രം സ്കൂൾ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ദ ചിൽഡ്രൻ, കുട്ടികൾ, യൂസ് ടു ഗോ ആൻഡ് പ്ലേ ഇൻ ദ ജെയിൻറ്റ് ഗാർഡനിൽ കളിക്കാനായിട്ട് പോകും. ഇറ്റ് വാസ് എ ലാർജ് ലവ്ലി ഗാർഡൻ, അത് നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു ഗാർഡനാണ്. വിത്ത് സോഫ്റ്റ് ഗ്രീൻ ഗ്രാസ്, നല്ല നൈസായിട്ടുള്ള പച്ച നിറത്തിലുള്ള ഗ്രാസൊക്കെ ഉണ്ട്. ഹിയർ ആൻഡ് there over the grass stood beautiful bird. Here and there over, ഗ്രാസ് മാത്രമല്ല, അതിന് പുറമെ അതിനകത്ത് ഗ്രാസ് സ്റ്റുഡ്, ഗ്രാസ് മാത്രമല്ല, ആ ഗ്രാസിന് പുറമേ ആയിട്ട് സ്റ്റുഡ്, അത് ഇങ്ങനെ നിൽക്കുന്നു. ബ്യൂട്ടിഫുൾ ഫ്ലവർ, ആ ഗ്രാസിൻ്റെ പുറമേ ആയിട്ട് അതിന് ഉള്ളതായിട്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ, ലൈക്ക് സ്റ്റാർസ്, ഒരു നക്ഷത്രങ്ങളെ പോലെ ഒരു പൂ ഇങ്ങനെ നിൽപ്പുണ്ട്. ആൻഡ് ദേവർ 12 പീച്ച് ട്രീ, 12 പീച്ച് മരങ്ങളും ഉണ്ട്. ദാറ്റ് ഇൻ ദ സ്പ്രിംഗ് ടൈം, അത് വസന്തകാലത്ത് ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെടും. അത് പുറപ്പെടും. ഡെലിക്കേറ്റ്, അതിലോലമായ ബ്ലൂംസ്, ഒരു പൂക്കളായിട്ട്, ഓഫ് പിങ്ക് നിറത്തിൽ, ആൻഡ് പില്ല്. ആൻഡ് ഇൻ ദ ഓട്ടൻ, അത് ശരത് കാലത്തിൽ, ബോർ റിച്ച് ഫ്രൂട്ട്, നല്ല സമ്പന്നതയായ ഒരു ഫലമായിട്ട് അത് കായ്ക്കുകയും ചെയ്യും. ദ ബേർഡ്സ് സാറ്റ് ഓൺ ദ ട്രീ, ഈ പക്ഷികളാണെങ്കിൽ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ആൻഡ് സാങ് സോ സ്വീറ്റ്, നല്ല മാധുര്യമായ പാട്ടൊക്കെ പാടും. ദാറ്റ് ദ ചിൽഡ്രൻ യൂസ് ടു സ്റ്റോപ്പ്, ആ കുട്ടികൾ നിർത്തും. ദെയർ ഗെയിം, അവരുടെ കളികൾ, ഇൻ ഓർഡർ ടു ലിസൺ ടു ദം, എന്നിട്ട് ആ പാട്ടിലേക്ക് ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടേ ഇങ്ങനെ ഇരിക്കും. ശ്രദ്ധ അതിലേക്ക് പോകും. ഹൗ ഹാപ്പി വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെ എത്ര സന്തുഷ്ടരാണ്. ദേ ക്രൈ ടു ഈച്ച് അതർ, അവർ പരസ്പരം കരയുകയും ചെയ്തു. വൺ ഡേ, ഒരു ദിവസം, ദ ജെയിൻറ്റ് കെയിം ബാക്ക്, ജെയിൻറ്റ് തിരിച്ചു വന്നു. ഹി ഹാഡ്, അവന് ആവശ്യമായിരുന്നു, ടു വിസിറ്റ്, സന്ദർശിക്കാൻ, ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിനെ, ടു കോർണിഷ് ഓർഗെ എന്ന് പറഞ്ഞാൽ ഈ UK-യിലൊക്കെ കാണുന്ന വലിയ എന്ന് പറയുമ്പോൾ, ഈ UK-യിലൊക്കെ ഉള്ള ഒരു വലിയ കോൺവാളെന്നൊക്കെ പറയും ഈ കോർണിഷ് ഓർഗിന്. ആൻഡ് ഹാഡ് സ്റ്റേയ്ഡ്, എന്നിട്ട് അവിടെ താമസിക്കാനും. വിത്ത് ഹിം ഫോർ 7 years, ഒരു 7 വർഷമൊക്കെ. വെൻ ഹി അറൈവ്ഡ്, അവൻ എത്തിയപ്പോൾ, അവൻ കണ്ടു, ദ ചിൽഡ്രൻ, കുട്ടികൾ, പ്ലേയിങ്, കളിക്കുന്നതായിട്ട്, ഇൻ ദ ഗാർഡൻ, ആ ഗാർഡനിൽ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹി ക്രൈഡ്, അവൻ അലറി. ഇൻ എ വെരി ഗ്രഫ് വോയിസ്, ഒരു കർക്കശമായി ഉച്ചത്തിലായിട്ട്. ആൻഡ് ദ ചിൽഡ്രൻ റാൻ അവേ, എന്നിട്ട് അപ്പോൾ ആ കുട്ടികളെല്ലാവരും ഓടി ദൂരേക്ക് പോയി. മൈ ഓൺ ഗാർഡൻ, ഇൻ മൈ ഓൺ ഗാർഡൻ, ഇത് എൻ്റെ സ്വന്തം ഗാർഡനാണ്, സെഡ് ദ ജെയിൻറ്റ് പറഞ്ഞു. എനിവൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ആർക്കും എന്താണ് എന്ന് വെച്ചാൽ ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവൻ ചോദിക്കുന്നത്. ആൻഡ് ഐ വിൽ അലോ, ഞാൻ സമ്മതിക്കില്ല, നോബഡി, ഒരുത്തനെ, ടു പ്ലേ, കളിക്കാൻ, ഇൻ ഇറ്റ്, ഈ ഒരു ഗാർഡനിൽ ഞാൻ ഒരുത്തനെ കളിക്കാനായിട്ട് സമ്മതിക്കുകയില്ല, ബട്ട് മൈസെൽഫ്, ഇത് എൻ്റെ മാത്രം ഗാർഡനാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഒരുത്തനെ ഞാൻ കളിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് അവരോട് ജെയിൻറ്റ് പറയുകയാണ്. സോ ഹി ബിൽറ്റ്, അപ്പോൾ അവൻ ഉണ്ടാക്കി, എ ഹൈ വാൾ, ഒരു വലിയൊരു മതിൽ, ഓൾ റൗണ്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ആ ഗാർഡന് ചുറ്റുമായിട്ട്. ആൻഡ് പുട്ടപ്പ്, എന്നിട്ട് അവിടെ വെക്കുകയും ചെയ്തു. ഒരു നോട്ടീസ് ബോർഡ് അവിടെ വെക്കുകയും ചെയ്തു. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, ഈ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കും.
ഹി വാസ് വെരി സെൽഫിഷ് ജെയിൻറ്റ്. അവനാണെങ്കിൽ വളരെ വലിയ ഒരു സ്വാർത്ഥനായ ഒരു ജെയിൻ്റാണ്. ദ പൂർ ചിൽഡ്രൻ, ആ പാവപ്പെട്ട ചിൽഡ്രൻ ഹാഡ് നൗ ഹിയർ ടു പ്ലേ. ഇപ്പോൾ അവർക്ക് കളിക്കാനായിട്ട് ഒരിടവുമില്ല. ദേ ട്രൈ ടു പ്ലേ ഓൺ ദ റോഡ്. അവർ റോഡിലൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. ബട്ട് ദ റോഡ് വെരി ഡസ്റ്റി. പക്ഷേ ആ റോഡിലാണ് ഭയങ്കര പൊടിയും ആൻഡ് ഫുൾ ഓഫ് ഹാർഡ് സ്റ്റോൺസ്, വളരെ കട്ടിയുള്ള കല്ലുകളുമാണ്. ആൻഡ് ദേ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ദേ യൂസ് ടു വാണ്ടർ റൗണ്ട് ദ ഹിൽ വാൾ. അവരാണെങ്കിൽ ചുറ്റും കറങ്ങി. ദ ഹിൽ വാൾ, ആ ഹിൽ വാളിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി. വെൻ ദെയർ ലെസൺ വെയർ ഓവർ, അവരുടെ ഈ പാഠങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആൻഡ് ടാക്ക്, അവർ ഇങ്ങനെ സംസാരിച്ചു. എബൌട്ട് ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻസൈഡ്, ആ ഗാർഡൻ്റെ ഉൾവശത്തെക്കുറിച്ച്. ഹൗ ഹാപ്പി വി വെയർ ദെയർ, അവിടെ ഞങ്ങൾ എത്ര എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഞങ്ങൾ എത്ര സന്തുഷ്ടരാണെന്ന്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി they said to each other, അങ്ങനെ അവർ ഇങ്ങനെ പറയുകയാണ്. then the spring came, അപ്പോൾ ആ സ്പ്രിങ് വന്നു. ആൻഡ് ഓൾ ഓവർ ദ കൺട്രി, എല്ലാ രാജ്യം ഉടനീളെ they were little blooms, ഈ ചെറിയ പൂക്കൾ, ആൻഡ് ലിറ്റിൽ ബേർഡ്സ്, ചെറിയ പക്ഷികളും, only in the ground, ആ ഗാർഡനിൽ ടു സെൽഫിഷ് ജെയിൻ്റ്, ആ ഗാർഡനിൽ ആകെ സെൽഫിഷ് ജെയിൻറ്റ് ഇറ്റ് വാസ് സ്റ്റിൽ വിൻ്റർ എന്ന് പറഞ്ഞാൽ ദ ബേസ് ഡിസ് നോട്ട് കെയർ ടു സിങ് ഇൻ ആസ് ദെയർ വെയർ നോ ചിൽഡ്രൻ. ദ ബേസ് ഡിഡ് നോട്ട് കെയർ, ആ കാര്യമാക്കിയിരുന്നില്ല ഈ ബേഡ്സ് സിങ് പാടാൻ. ഇൻ ആസ് ദെയർ വെയർ നോ ചിൽഡ്രൻ, അവിടെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണത്ത്. ആൻഡ് ട്രീ ഫോർഗെറ്റ് ടു ബ്ലൂംസ്, ഈ ട്രീകൾ ഈ പൂക്കളെയൊക്കെ ഇങ്ങനെ മറന്നു. വൺസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഒരു ദിവസം ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ പുട്ട് ഇറ്റ് ഹെഡ് ഔട്ട് ഫ്രം ദ ഗ്രാസ്, പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഒരു പൂ അതിൻ്റെ തല പുറത്തേക്ക് ഇട്ടു. പക്ഷേ വെൻ ഇറ്റ് അവൻ കണ്ടു ദ നോട്ടീസ് ബോർഡ് ഇറ്റ് വാസ് സോ സോറി, അത് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നതായിട്ട് ഫോർ ചിൽഡ്രൻസ് ദാറ്റ് ഇറ്റ് സ്ലിപ്പ് ബാക്ക് ഇൻ ടു ദ ഗ്രൗണ്ട് അഗെയിൻ, വീണ്ടും അത് ഭൂമിയുടെ അടിയിലേക്ക് തല താഴ്ത്തുകയും ചെയ്തു. ആൻഡ് വെൻ്റ് ഓഫ് ടു സ്ലീപ്പ്, എന്നിട്ട് അവൻ വീണ്ടും ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പോയി. ദ ഓൺലി പീപ്പിൾ വെയർ പ്ലീസ് വെയർ സ്നോ ആൻഡ് ദ ഫ്രോസ്റ്റ്, അവിടെ ആകെ ഉണ്ടായിരുന്ന സ്നോയും ഫ്രോസ്റ്റുമാണ്. സ്പ്രിങ് ഹാസ് ഫോർഗറ്റൻ ദിസ് ഗാർഡൻ, സ്പ്രിങ് ആണെങ്കിൽ മറന്നുപോയി ഈ ഗാർഡനെ. ദേ ക്രൈഡ്, അവർ കരഞ്ഞു. സോ വി വിൽ ലീവ് ഹിയർ ഓൾ ദ ഇയർ റൗണ്ട്, അതുകൊണ്ട് ഈ വർഷം മുഴുവൻ ഇവിടെ ചുറ്റിയടിക്കാമെന്ന് വിചാരിച്ചു. ദ സ്നോ കവേർഡ് അപ്പ്, അപ്പം ആ സ്നോ കവർ ചെയ്തു. എന്തിനെ? ദി ഗ്രാസിനെ വിത്ത് ഹെയർ ഗ്രേറ്റ് വൈറ്റ് ക്ലോക്ക്, അവൻ്റെ വെള്ള ഉടുപ്പ് വെച്ച് ഗ്രാസിനെ മുഴുവനായിട്ട് കവർ ചെയ്തു. ക്ലോക്ക് എന്ന് വെച്ചാൽ ഈ ഉടുപ്പ് എന്നൊക്കെ പറയും. വൈറ്റ് എന്ന് വെച്ചാൽ ഈ മഞ്ഞ് ഇങ്ങനെ വന്ന് ഗ്രാസിനെ പൊതിയത്തില്ലേ, അതിനാണ് ഈ വൈറ്റ് ഉടുപ്പ് വെച്ച് മുഴുവനായി ഗ്രാസിനെ കവർ ചെയ്തു എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന അവിടെ. ആൻഡ് ദ ഫ്രോസ്റ്റ് പെയിൻറ് ചെയ്തു ഓൾ ദ ട്രീ സിൽവർ, എല്ലാ ട്രീക്കും സിൽവർ കളറിൽ പെയിൻറ് കൊടുത്തു. ദെൻ ദേ ഇൻവൈറ്റ് ദ നോർത്ത് വിൻഡിനെ ഇൻവൈറ്റ് ചെയ്തു ടു സ്റ്റേ എന്താണ്, എന്നിട്ട് അവനായിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്തു. പിന്നെ പറയുന്നത് ആൻഡ് ഹീ കെയിം, എന്നിട്ട് അവൻ വന്നു. ഹീ വാസ് വാപ്പ് ഇൻ ഫോഴ്സ്, രോമങ്ങളാൽ പൊതിഞ്ഞതായിരുന്നു അത്. ആൻഡ് ഹീ റോഡ് ഓൾ ഡേ എബൌട്ട് ദ ഗാർഡൻ, എന്ന് വെച്ചാൽ ഹീ റോഡ് ഓൾ ഡേ എബൌട്ട് ദ ഗാർഡൻ, കാറ്റ് എന്ന് വെച്ചാൽ റോഡെന്ന് വെച്ചാൽ കാറ്റ് വീശുമ്പോൾ ഉള്ള ശബ്ദം എല്ലാ ദിവസവും ഇങ്ങനെ
പകൽ മുഴുവനും ഇങ്ങനെ കാറ്റ് വീശുന്ന ശബ്ദം ഇങ്ങനെ ആയിരുന്നു ആ ഗാർഡനിൽ. അങ്ങനെ അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ബ്ലൂ ദ ചിമ്നി പോട്ട്സ് ഡൗൺ. ഈ ചിമ്നി പോട്ട്സൊക്കെ താഴെ വീണ് പൊട്ടാവുന്ന ഭാഗം പോലെ ആയിരുന്നു ഇങ്ങനെ ഇരുന്നത്. ദിസ് ഈസ് എ ഡെലിഫുൾ സ്പോട്ട്. ഇതാണ് വലിയൊരു ആനന്ദം നിറഞ്ഞ ഒരു സ്ഥലമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഹീ സെഡ്, അവൻ പറഞ്ഞു, വി മസ്റ്റ് ആസ്ക്. അപ്പം അവൻ എന്തായാലും ഹാലി ഓൺ എ വിസിറ്റ്, എന്തായാലും ഇവിടെ ഒരു ഹാലിയെയും കൂടി ഇങ്ങോട്ട് സന്ദർശിക്കാൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിളിക്കാമെന്ന് അവർ തീരുമാനിച്ചു. സോ ദ ഹെയിൽ കെയിം. ഹെയിൽ എന്നാണ്. അപ്പോൾ ഹെയിൽ വന്നു. എവരി ഡേ, എല്ലാ ദിവസവും, ഫോർ 3 hours, 3 മണിക്കൂർ. ഹീ റാറ്റിൽഡ്, അവൻ ഹീ റാറ്റിൽ ഓൺ ദ റൂഫ് ഓഫ് ദ കാസ്റ്റിൽ എന്ന് പറയുമ്പോൾ കാസ്റ്റിൽ ടിൽ ഹീ ബ്രോക്ക് മോസ്റ്റ് ഓഫ് ദ സ്ലേറ്റ്. എല്ലാ ദിവസവും 3 മണിക്കൂർ. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് വെച്ചാൽ ജയിലിൽ താമസിക്കുന്ന ആ ഒരു കൊട്ടാരം, എല്ലാ സ്ലേറ്റ്സും വീഴത്തക്ക രീതിയിൽ ആലിപ്പഴം ഇങ്ങനെ വീണുകൊണ്ട്, ഹെയിലെന്ന് വെച്ചാൽ ആലിപ്പഴം, അതിങ്ങനെ വീണുകൊണ്ടേയിരുന്നു. ആൻഡ് ദെൻ ഹി റാൻ റൗണ്ട് ആൻഡ് റൗണ്ട് ദ ഗാർഡൻ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ് ഗോ. അവന് പൊഴിക്കാൻ കഴിയുന്ന അത്ര വേഗത്തിൽ അത് ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഹി വാസ് ഡ്രസ്ഡ് ഇൻ ഗ്രേ. അവനാണെങ്കിൽ ഒരു ഗ്രേ കളറിൽ ആയിരുന്നു അത് അങ്ങനെ ഉണ്ടായിരുന്നത്. ആൻഡ് ഹിസ് ബ്രീത്ത്, അവൻ്റെ ശ്വാസം ലൈക്ക് ഐസ്, ഒരു ഐസ് പോലെയായിരുന്നു. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദ സ്പ്രിംഗ് ഈസ് സോ ലേറ്റ് ഇൻ കമ്മിങ്. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്പ്രിങ് വരാൻ ഇത്രയും താമസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സെഡ്, ഇങ്ങനെ പറയുകയാണ് ജെയിൻറ്റ്. ദ സെൽഫിഷ് ജെയിൻറ്റ്, ആ സ്വാർത്ഥനായ ജെയിൻറ്റ് ഇങ്ങനെ പറയുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്പ്രിങ് വരാൻ ഇത്രയും താമസിക്കുന്നത് എന്ന്. ആസ് ഹീ സാറ്റ് അറ്റ് ദ വിൻഡ് ആൻഡ് ലുക്ക് ഔട്ട്. വിൻഡോൻ്റെ അടുത്തിരുന്ന് പുറത്തേക്ക് അവൻ ഇങ്ങനെ നോക്കുകയാണ്. അറ്റ് ഹീസ് കോൾഡ്, തണുത്ത വൈറ്റ് ഗാർഡൻ, നല്ല വെളുത്ത ഗാർഡന്. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിന്? ദെയർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ വെതർ. കാലാവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ദ സ്പ്രിങ് നെവർ കെയിം. പക്ഷേ ആ സ്പ്രിങ് വന്നില്ല. നോർ, മറിച്ച് ദ സമ്മർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദ ഓട്ടം ഗേവ് ഗോൾഡൻ ഫ്രൂട്ട്. ശരത്കാലം നല്ല ഗോൾഡൻ കളറിലെ ഫ്രൂട്ടും ടു എവരി ഗാർഡൻ, എല്ലാ ഗാർഡനിലും കൊടുത്തു. ബട്ട് ദ ജയൻറ്റ് ഗാർഡൻ, പക്ഷേ ഈ ജയൻറ്റിൻ്റെ ഗാർഡനിൽ മാത്രം ഹീ ഗേവ് നൺ, ഒന്നും കൊടുത്തില്ല. ഹീ ഈസ് ടു സെൽഫിഷ്, അവൻ വളരെ സ്വാർത്ഥനായത് കാരണത്താൽ മറ്റുള്ള ഗാർഡനിലെല്ലാം അവൻ ഗോൾഡൻ നിറത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. പക്ഷേ ജയൻറ്റിൻ്റെ ഗാർഡനിൽ മാത്രം കൊടുത്തില്ല, കാരണം അവൻ വളരെ സ്വാർത്ഥനായത് കൊണ്ട്. ഷീ സെഡ്, അവൾ പറഞ്ഞു. അവളെന്ന് പറയുമ്പോൾ ഓട്ടം പറഞ്ഞു. സോ ഇറ്റ് വാസ് ഓൾവേസ് വിൻ്റർ ദെയർ. അവിടെ എപ്പോഴും വിൻ്റർ തന്നെയായിരുന്നു, എപ്പോഴും. ആൻഡ് ദ നോർത്ത് വിൻഡ് ആൻഡ് ദ ഹെയിൽ, ഫ്രോസ്റ്റ്, ഇവരുടെയൊക്കെ ആൻഡ് സ്നോ ഡാൻസ് ചെയ്തു എബൌട്ട് ത്രൂ ദ ട്രീ. അവിടെ മൊത്തം ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് നടന്നു, ഈ ഹെയിലും നോർത്ത് വിൻഡും ഫ്രോസ്റ്റും സ്നോയും ഒക്കെ. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ദ ജെയിൻറ്റ് ലൈങ് എവേക്ക് ബെഡ് വെൻ ഹി ഹിയർസ് സം ലവ്ലി മ്യൂസിക്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നല്ല മനോഹരമായ ഈ ജെയിൻറ്റ് ഇങ്ങനെ നല്ല മനോഹരമായ പാട്ട് കേൾക്കാൻ തുടങ്ങി. ഇറ്റ് സൗണ്ട് സോ സ്വീറ്റ്, അത് വളരെ മാധുര്യമായി അവന് തോന്നുകയും ചെയ്തു. ടു ഹിസ് ഹിയർ, അവൻ്റെ കാതിന്. ദാറ്റ് ഹീ തോട്ട് ഇറ്റ് മസ്റ്റ് ബി കിങ് മ്യൂസിഷ്യൻ പാസിങ് ബൈ. അപ്പോൾ അവന് തോന്നി രാജാവിൻ്റെ മ്യൂസീഷ്യൻ ഇങ്ങനെ കടന്നു പോയത് ആയിരിക്കുമെന്ന്, ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട്. ഇറ്റ് വാസ് റിയലി ഓൺലി ലിറ്റിൽ ലിന്നറ്റ് സിംഗിങ് ഔട്ട്സൈഡ് ഇൻ ഹിസ് വിൻഡോ. അദ്ദേഹത്തിൻ്റെ ഈ വാതിൻ്റെ പുറത്ത് ഒരു കുഞ്ഞ് ലിന്നറ്റ് എപ്പോഴും ഇങ്ങനെ പാടുന്നതായിരുന്നു.
ഇങ്ങനെ എപ്പോഴും വന്ന് അദ്ദേഹത്തിൻ്റെ ജനലിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് പാടും. ബട്ട് ഇറ്റ് വാസ് സോ ലോങ് സിൻസ് ഹി ഹാഡ് ഹിയർഡ് എ ബേർഡ് സിംഗിങ് ഹിസ് ഗാർഡൻ. അയാൾ കേട്ടിട്ട് കുറേ നാളായി. അയാളുടെ ഗാർഡനിൽ ഒരു കിളി പോലും പാട്ട് പാടി കേട്ടിട്ട് തന്നെ അയാൾ കുറേ നാളായി. ദാറ്റ് ഇറ്റ് സീം, അയാൾക്ക് തോന്നിപ്പിച്ചു എന്തിനെ, ടു ബി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മ്യൂസിക് ഇൻ ദ വേൾഡ്. അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും നല്ല വേൾഡിലെ തന്നെ ഏറ്റവും നല്ല വലിയ മ്യൂസിക് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കുകയും ചെയ്തു. ദ ഹെയിൽ സ്റ്റോപ്പ് ചെയ്തു. ഡാൻസിങ് ഓവർ ദ ഹെഡ്, അവിടെ ഡാൻസ് കളിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദ നോർത്ത് വിൻഡ് ക്രേസ് എന്ന് വെച്ചാൽ അവൻ നിർത്തുകയും ചെയ്തു, റോറിങ് ഇങ്ങനെ കാറ്റടിച്ച് വീശുന്നതിൽ. ആൻഡ് എ ഡെലീഷ്യസ് പെർഫ്യൂം കെയിം ടു ഹിം ത്രൂ ദ ഓപ്പൺ കാസ്മെൻറ്റ്. എന്ന് വെച്ചാൽ തുറന്നു കിടക്കുന്ന ജനലിലൂടെ ഒരു ഡെലീഷ്യസ് ആയ പെർഫ്യൂം എത്തി. അപ്പം ഐ ബിലീവ് ടു സ്പ്രിങ് ഹാസ് കം. അപ്പോൾ അവൻ വിചാരിച്ച് ഈ സ്പ്രിങ് വന്നു എന്ന്. സെഡ് ദ ജെയിൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഈ വിൻഡ് സ്പ്രിങ് വന്നിട്ട് ഉണ്ട് എന്ന് അവന് ഉറപ്പുണ്ട്. സെഡ് ദ ജെയിൻറ്റ് പറഞ്ഞു. ആൻഡ് ഹി ജംപ്ഡ്. അപ്പോൾ അവൻ ചാടി ഔട്ട് ബെഡ് ആൻഡ് ലുക്ക് ഔട്ട്. എന്നിട്ട് അവൻ ബെഡിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് അവൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.